നമസ്കാരം. വളരെ ചുരുക്കം മാത്രമേ പ്രകൃതി ഒരുക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ നാം കാണാറുള്ളൂ. ചിലത് ദുരന്തങ്ങളായി നിറഞ്ഞാടും, മറ്റു ചിലത് ഓർത്തു വയ്ക്കാൻ തരത്തിൽ നൽകുന്ന മനോഹര ഓർമ്മകളാകും. ഇത്തരത്തിൽ പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ. പകലിനെ കുറച്ച് സമയത്തേക്ക് രാത്രിയാക്കി മാറ്റുന്ന സൂര്യഗ്രഹണമാണ് ഇതിൽ ഏറെ അത്ഭുതമായി മാറുന്നൊരു പ്രതിഭാസം. നൂറ്റാണ്ടിൽ ഒരിക്കലൊക്കെ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം. നിങ്ങളതിന് ഒരിക്കലെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അത് തന്നെ മഹാഭാഗ്യമെന്ന് കണക്കാക്കാം. സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിലാണ് പകൽ സമയത്ത് ഭൂമി കുറച്ച് സമയത്തേക്ക് ഇരുട്ടിലാകുന്നത്. 2024 ഏപ്രിൽ 8 ഏറ്റവും ഒടുവിലായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത്. ഇപ്പോഴത്തെ അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ പറ്റിയുള്ള ചർച്ചകളാണ് ഗവേഷക ലോകത്തിനുള്ളത്. 2027 ഓഗസ്റ്റ് 2 അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത്. 6 മിനിറ്റോളം ദൈർഘ്യമുള്ളതാകും ഈ സൂര്യഗ്രഹണം. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹണം പുതിയ കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രഹണത്തിന് ഇത്രയേറെ ദൈർഘ്യമുണ്ടാകാനും ഒരു കാരണമുണ്ട്. 2027 ഓഗസ്റ്റ് 2 സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഭൂമി അഫിലീനിൽ അഥവാ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ബിന്ദുവിലായിരിക്കും. ചന്ദ്രനാകട്ടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിജിയിൽ ആയിരിക്കും. ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറച്ചു വയ്ക്കും എന്നാണ് ശാസ്ത്രലോകം വ്യക്തമാക്കി തരുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകും. നിരവധി നഗരങ്ങളെ ഈ ഗ്രഹണം ഏകദേശം 6 മിനിറ്റ് നേരത്തേക്ക് പൂർണ്ണമായും ഇരുട്ടിലാക്കും. കൃത്യമായി പറഞ്ഞാൽ 6 മിനിറ്റും 26 സെക്കൻഡും വരെ പൂർണ്ണ അന്ധകാരമായിരിക്കും നിലനിൽക്കുക. 2009 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണമായിരിക്കും ഇത്. ഒരുപക്ഷെ 2009 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മളൊക്കെ സാക്ഷികളായ ഒരു സൂര്യഗ്രഹണം. 2009 ശേഷം ജനിച്ചവർക്ക് ഇത് പക്ഷേ ഒരു കേട്ടുകേഴ്വി മാത്രമായിരിക്കും. എന്തായാലും അത്തരത്തിലൊരു സൂര്യഗ്രഹണമാണ് വരാൻ പോകുന്നത്. ഇത്തവണ സൂര്യഗ്രഹണം കാണാൻ സാധിക്കാത്തവർക്ക് 90 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ആരംഭിച്ച് തെക്കൻ സ്പെയിൻ, ജിബ്രാൾട്ടർ, വടക്കൻ ആഫ്രിക്ക, മൊറോക്കോ, അൾജീരിയ, ട്യുണീഷ്യ, ലിബിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നതാണ്. ചെങ്കടൽ വഴി സൗദി അറേബ്യ, യമൻ, സൊമാലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൂടെയായിരിക്കും ഭ്രമണത്തിൻ്റെ പാത കടന്നു പോകുന്നത്. ഈജിപ്തിലെ ലക്സറിലായിരിക്കും 6 മിനിറ്റ് നീളുന്ന അന്ധകാരത്തിൽ നിറയുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കുക. സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഇത് ദൃശ്യമാകുമോ, അതായത് ഇന്ത്യയിൽ ഇത് എത്രത്തോളം ദൃശ്യമാകും എന്നത്. എന്നാൽ ഇത്തവണയും ഇന്ത്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ പാതയിലായിരിക്കില്ല. എന്നിരുന്നാലും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയുൾപ്പെടെ മിക്ക ഇന്ത്യൻ നഗരങ്ങളിലും ഭാഗിക ഗ്രഹണം ദൃശ്യമാകുന്നതാണ്. 2027 ഓഗസ്റ്റ് 2 വൈകുന്നേരം 4:30 ഇന്ത്യയിലെ ആളുകൾക്ക് ഭാഗിക ഗ്രഹണം കാണാൻ കഴിയുമെന്നും ഇത് സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുമെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്തായാലും സൂര്യഗ്രഹണത്തെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും. സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ചന്ദ്രൻ മറയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നില്ല. അതിനാൽ തന്നെ സൂര്യൻ്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുകയുള്ളൂ. എന്തായാലും സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ ഉള്ള കാത്തിരിപ്പിലാണ് ശാസ്ത്രലോകം.